ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ razseries. ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യൂഷ്വലി വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. ഡിന്നർ കഴിക്കാനായിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോവും. അതൊക്കെ തന്നെയാണ് യൂഷ്വൽ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ. പക്ഷേ ഇത്തവണ മോള് ഈ ടി വിയിൽ ഒരുപാട് ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു, വാലന്റൈൻസ് സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾക്ക് അതെന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഓണം പോലെ എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് അന്ന് അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. സോ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വാലന്റൈൻസ് സ്പെഷ്യൽ 2 ഡിസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായിട്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം സ്ട്രോബെറി എടുത്ത് ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ള സ്ട്രോബെറി ചെറുതായിട്ടും കട്ട് ചെയ്തു. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിന് വേണ്ടത് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റാണ്. എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായത് ബർബോൺ ബിസ്ക്കറ്റായിരുന്നു. സോ ഞാൻ അത് യൂസ് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൗഡറാക്കി എടുത്തു. ഇനി ഇതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഉണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നത് മിൽക്കാണ്. മിൽക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം മിൽക്ക് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര മിൽക്ക് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി കൺസിസ്റ്റൻസി തിക്കാക്കി എടുത്തു. അത് ഇനി മാറ്റി വെക്കാം. ഇനി വേണ്ടത് ക്രീം ചീസാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ക്രീം ചീസിൻ്റെ ക്യൂബ്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ 8 ചീസ് ക്യൂബ്സാണ് യൂസ് ചെയ്തത്. ഇത് ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ള എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആദ്യം ആ ക്രീം ചീസ് ഒന്ന് ബീറ്റർ വെച്ചിട്ട് എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു മിനിറ്റ് പോലും ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് മിക്സ് ആവണമെന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഷുഗർ ആഡ് ചെയ്താലും മതി. ഒരു 3-4 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തു. 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുക. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് വരണം, അത്രയേ ഉള്ളൂ. ഇനി ചേർക്കേണ്ടത് തിക്ക് ക്രീമാണ്. എൻ്റെ കയ്യിലുണ്ടായത് തിക്ക് ക്രീമായിരുന്നു. അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യാം. ഒരു 125 ml തിക്ക് ക്രീമാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഫ്ലഫി ആയിട്ട് വരും. എന്നിട്ടിത് ഒരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ഞാനിത് ഒരു ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ ബൗളിലോ എന്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ആദ്യം ബിസ്ക്കറ്റും മിൽക്കും കൂടി മിക്സ് ചെയ്ത ആ മിക്സ് വെക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. പിന്നെ അതിന് സൈഡിലായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത സ്ട്രോബെറി പീസസും വയ്ക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. സ്ട്രോബെറി പീസസ് ഡയറക്റ്റ്ലി ഫില്ല് ചെയ്താൽ മതി. ഞാൻ എല്ലാ സൈഡിലും ഈ ഹാർട്ട് ഷേപ്പ് സ്ട്രോബെറി കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇതിന് മുകളിലായിട്ട് നേരത്തെ സ്ട്രോബെറിയും ഷുഗറും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ല, അത് ആഡ് ചെയ്യുക. ഇത് എത്ര സ്പൂണ് ചേർക്കണം എന്നൊന്നും ഞാൻ കണക്ക് പറയുന്നില്ല. കാരണം നിങ്ങളുടെ ഗ്ലാസ് അല്ലെങ്കിൽ ബൗളിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും ഇതൊക്കെ ചേർക്കേണ്ടത്, എത്ര എമൗണ്ട് എന്നുള്ളതൊക്കെ അതിനനുസരിച്ച് ചേർക്കുക. ഇതിൻ്റെ ടോപ്പിലായിട്ട് നേരത്തെ ക്രീം ചീസ് ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ ക്രീം ചീസ് മിക്സാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ്സ് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇത് സ്ട്രോബെറി സിറപ്പാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്ഷണലാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, മസ്റ്റ് ഒന്നല്ല. ടോപ്പിലായിട്ട് സ്ട്രോബെറി സിറപ്സ് ഒരു 3-4 ഡ്രോപ്സ് ഞാൻ വെച്ചു. ഇനി ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുക്കുക. ഇതൊന്നും
നിർബന്ധമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഗാർണിഷിന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഗാർണിഷിങ് ചെയ്താലും മതി. ഒരു ചെറിയ പീസ് മിൻറ്റ് ലീവ്സും പിന്നെ ഒരു സ്ലൈസ് സ്ട്രോബെറിയും കൂടി വെച്ച് അങ്ങനെ ഡെസേർട്ട് ഗാർണിഷിങ്ങും ഫിനിഷായി. 5 മിനിറ്റ്സ് കൂടി ഞാൻ ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മോൾക്കൊക്കെ കൊടുത്തത്. 3 ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ കൊടുക്കാം. ഒരു അടിപൊളി റെസിപ്പിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. നാട്ടിലൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ക്രീം ചീസൊക്കെ അവൈലബിൾ ആണ് മിക്ക സൂപ്പർ മാർക്കറ്റിലും. അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്ട്രോബെറിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ ആണെങ്കിൽ യൂസ് ചെയ്യാം. നാട്ടിൽ ഈസിലി അവൈലബിളായ ഒരു ഫ്രൂട്ടാണല്ലോ, അത് വെച്ചിട്ടും ഇത് ട്രൈ ചെയ്യാം. ഇതൊരു വാലന്റൈൻ സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ട് റെഡ് കളർ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രോബെറി യൂസ് ചെയ്തത്. ഒന്ന് സെറ്റായതിന് ശേഷം മോൾക്ക് കൊടുത്തു. അവളുടെ സന്തോഷമാണിത്, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതെന്തായാലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു അടിപൊളി റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് ഒരു ഈസി റെസിപ്പിയാണ്. 1 മിനിറ്റേ കുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനായിട്ട് ആദ്യം 3 ടേബിൾ സ്പൂണോളം മൈദ ആദ്യം ആഡ് ചെയ്യുക. ഒരു പിഞ്ച് ഉപ്പും 2 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ആഡ് ചെയ്യുക. കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂണ്, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂണ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വാനില എസൻസ് 1/2 ടീസ്പൂൺ, പാല് 3 ടേബിൾ സ്പൂണ്, പിന്നെ കുറച്ച് ഓയിലും കൂടി വേണം. 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മൈക്രോവേവിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിൽ യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു യൂട്ടൻസിൽ യൂസ് ചെയ്യുക. ഒരു കപ്പാവാം അല്ലെങ്കിൽ ഒരു ബൗളാവാം. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഇത് പോർ ചെയ്യാം. ഇനി ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പീസ് ഞാൻ അതിലേക്ക് പ്രസ് ചെയ്ത് വെക്കുകയാണ്. ഡാർക്ക് ചോക്ലേറ്റിന് പകരം സാധാ ചോക്കോ ചിപ്സ് ആണെങ്കിലും മതി, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് യൂസ് ചെയ്താൽ മതി. ഇതില്ലേലും പ്രശ്നമൊന്നുമില്ല, കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. മൈക്രോവേവിൽ 1 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമുള്ളൂ, കൂടുതൽ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ 1 മിനിറ്റ് മൈക്രോവേവ് കേക്ക് റെഡിയായി. ഇതിന് മുകളിലായിട്ട് കുറച്ച് പൗഡർഡ് ഷുഗറും കൂടി ഞാൻ ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഗാർണിഷിംഗ് ആണ്, മസ്റ്റ് ഒന്നല്ല. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് സിറപ്പും കൂടി ഡ്രിസിൽ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് ഗനാഷ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ. ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. മുട്ട ചേർക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഒരു ഡെസേർട്ട് സെർവ് ചെയ്യണമെന്നൊക്കെ തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മോള് കഴിച്ചു നോക്കുകയാണ്. ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ഓവനില്ലാതെ ചോക്കോ ലാവ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ. ആ റെസിപ്പീസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാം ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പീസാണ്. നിങ്ങളുടെ വാലന്റൈൻ ആരും ആവട്ടെ, ഹസ്ബൻഡ് ആവാം, വൈഫാവാം, മക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ്, പാരൻസ്, ഫ്രണ്ട്സ്, ആർക്ക് വേണമെങ്കിലും ക്വിക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പീസാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക്